ഹലോ ഫ്രണ്ട്സ്, കക്കാടംപൊയിലെ അതിമനോഹരമായ ഒരു റിസോർട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നിലമ്പൂരിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. കാറ് പാർക്ക് ചെയ്ത് ഈ കാണുന്ന കൊച്ചു അരുവി ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് എത്താൻ. ഈ കാണുന്ന വഴിയല്ലാതെ മറ്റൊരു വഴിയും കൂടി ഈ റിസോർട്ടിലേക്കുണ്ട്. നമുക്ക് ഡയറക്റ്റ് വണ്ടി നമുക്ക് അവിടേക്ക് ആക്സസ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ തോടൊക്കെ ക്രോസ് ചെയ്തിട്ട് ജസ്റ്റ് നടന്നു പോകാനുള്ള പ്ലാനിലാണ് ഇതിലൂടെ പോയത്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ല് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തി. നല്ല ഭംഗിയുള്ള റിസോർട്ടായിരുന്നു. ഫുള്ള് പച്ചപ്പും ബാക്ക്ഗ്രൗണ്ട് നല്ല മലനിരകളും തൊട്ടടുത്തായിട്ട് സ്വിമ്മിംഗ് പൂളൊക്കെ എല്ലാം നല്ല മനോഹരമായ പ്രോപ്പർട്ടി. ഫാമിലി ആയിട്ടും നിങ്ങളൊരു ഗെറ്റ് ടുഗദറൊക്കെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു 3-4 ഫാമിലിയൊക്കെ ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. നിങ്ങൾക്ക് അധികം ദൂരമൊന്നും പോകണ്ട. നിങ്ങൾക്ക് നിലമ്പൂരിൽ നിന്ന് ജസ്റ്റ് 20 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ്. ഈ പ്രോപ്പർട്ടി മൊത്തം 20 ഏക്കറിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഒരു ഫാം റിസോർട്ട് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് വാട്ടർഫാൾസും അരുവികളും ഈ ഫോറസ്റ്റിൻ്റെ അടുത്തായതുകൊണ്ട് നല്ല ആംബിയൻസ് ആണ് ഇവിടെ വന്നാൽ. ഇവരുടെ ഈ പ്രോപ്പർട്ടിയിൽ തന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും നല്ല നാച്ചുറൽ പോണ്ടുകളും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ്. വേറൊരു ആംബിയൻസ് ആണ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ പ്രോപ്പർട്ടിയോട് ചേർന്നിട്ട് തന്നെ ഒരു അരുവി പോകുന്നുണ്ട്. ഈ കാണുന്ന മതിൽക്കെട്ടിൻ്റെ ഉള്ളിലൂടെയാണ് അതിലേക്ക് പോകേണ്ടത്. നല്ല അഡ്വഞ്ചറായിട്ട് നമുക്കിങ്ങനെ ഈ ഫ്രണ്ട്സുമായിട്ട് ചില്ല് ചെയ്തിട്ട് നേരെ ഈ ഗുഹ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് പോകാം. പുഴയിലെ കാഴ്ചകളും ഒക്കെ കണ്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ജീപ്പിലേക്ക് തിരിച്ചു വന്നു. ഡോർമെട്രി ഫെസിലിറ്റീസ് ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു ഗ്രൂപ്പായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 പേർക്കൊക്കെ നിങ്ങൾക്ക് മൊത്തം ഈ പ്രോപ്പർട്ടിയിൽ എടുക്കാൻ പറ്റുന്നതാണ്. നല്ല മനോഹരമായ പ്രോപ്പർട്ടി 20 ഏക്കറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു ഫാമിംഗ് ടൂറിസം ആസ്വദിച്ചിട്ട് നിങ്ങൾക്കൊരു ഗെറ്റ് ടുഗദർ ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന കിടിലൻ പ്രോപ്പർട്ടിയാണ്. റൂംസൊക്കെ നല്ല നീറ്റായിരുന്നു, നല്ല ഹൈജീനിക് ആയിട്ടാണ് ഇവർ റൂംസും അതിൻ്റെ ബാത്റൂംസും ഒക്കെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
നൈറ്റിലെ ആംബിയൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല ചില്ല് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഡിന്നറൊക്കെ നിങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്ത് അവർ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് തരും. പൊറോട്ടയും ചിക്കൻ കറിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാവും. ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ആംബിയൻസ് അതിമനോഹരമാണ്. ഫുൾ പച്ചപ്പും മലനിരകളും ഒക്കെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. ചെറിയൊരു ചാർജസ് അവർ ഈടാക്കുന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഇടിയപ്പവും നല്ല വെള്ളപ്പവും അതുപോലെ ബാജിക്കറിയും മുട്ടക്കറിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും പൂളിലേക്ക് ഇറങ്ങി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ചില്ല് ചെയ്തിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള ഒരു പൂളാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈഡൻ ഗാർഡൻ റിസോർട്ട്. നല്ല പ്രകൃതിയോടൊക്കെ ഇടങ്ങിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. ഏട്ടനോടും യാത്ര പറഞ്ഞിട്ട് നമ്മൾ പുതിയൊരു യാത്രയിലേക്ക്